അങ്ങനെ പിള്ളേർ പറഞ്ഞാൽ നമ്മളൊരു കല്യാണത്തിന് പോവാണ്. എൻ്റെ സ്വന്തം കല്യാണത്തിന് ഞാൻ ഇത്രയും നേരത്തെ എഴുന്നേറ്റില്ല. രാവിലെ 5:30 ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നതാണ് നമ്മളെ ഒരുക്കാനായിട്ട്. ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു മൊത്തത്തിലുള്ള ഇങ്ങനെയാണ്. എങ്ങനെ ഉണ്ടെന്ന് കാണാൻ. വീടിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എല്ലാം വലിച്ചു വാരിയിട്ടേക്കുവാണ്. എൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ ഒക്കെ കളിയുണ്ട്. ചെറുതിനെ കരയിപ്പിക്കുന്നുണ്ട്. ആമി ചെറുതിനെ കരയിപ്പിച്ചു. അപ്പൊ ഞങ്ങളുടെ ഇല്ല. ആരുടെ ഇല്ലല്ലോ. സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഇടുകയും ചെയ്തു. എന്നാൽ മേക്കപ്പ് ഇട്ടെന്ന് ആരും അറിയുകയും കളയും. അതൊരു വല്ലാത്തൊരവസ്ഥയല്ലേ. അങ്ങനെ നമ്മുടെ ഊബറൊക്കെ വന്നു. ഊബർ വന്ന് വണ്ടി കയറിയപ്പോഴാണ് ആമിയുടെ പാദങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത്. കച്ചറ ചെരുപ്പിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും വിചാരിക്കണ്ട അമ്മ മേക്കപ്പൊക്കെ ചെയ്തങ്ങ് ഒരുങ്ങി. പോലും ശ്രദ്ധിച്ചില്ല. സത്യം പറഞ്ഞാൽ ഈ 2 പിള്ളേരെയും കൊണ്ടുള്ള ജീവിതം വളരെ കഷ്ടമാണ്. കുട്ടി ഫീല് സത്യം പറഞ്ഞ ഒട്ടുമില്ല. മാളുവിന്റെ ഫേസിൽ ഇട്ടറിയണല്ലോ, എൻ്റെ ഫേസിൽ എല്ലാവർക്കും അന്നൊരു പരാതി ഉണ്ടായിരുന്നു ഞങ്ങൾ ലേറ്റായി വരാൻ. ഒരു നിമിഷം പോലും ഞങ്ങൾ വെറുതെ ഇരുന്നിട്ടില്ല. ഈ ചെറിയ കുഞ്ഞിനെ ഫീഡ് ചെയ്തു. ആമി കരയിപ്പിക്കുന്നു, ഞാൻ ഫീഡ് ചെയ്തു. അങ്ങനെ നമ്മൾ പോകുന്നതിന് ഒരു 100 വട്ടം അമ്മയും എല്ലാവരും 5 മിനിറ്റ് കൂടുമ്പോൾ വിളിക്കുന്നുണ്ട് എത്തിയോ. അങ്ങനെ അവസാനം നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ ഒരാളെ ഏൽപ്പിച്ചിരുന്നു. ആ ആളാണ് ചെറുക്കൻ്റെ കാലൊക്കെ കഴുകാൻ പോകേണ്ടി വന്നത്. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലേ. വേറെ ആരുമല്ല, കുഞ്ഞൂട്ടനെയാണ് ഞാൻ ഏൽപ്പിച്ചു. പിന്നെ ഞാൻ ഈ സമയത്ത് കുഞ്ഞൂട്ടനെ കൊണ്ട് തന്നെ, കുഞ്ഞൂട്ടനപ്പോൾ ഫോൺ ആരെയോ കൈ കൊടുത്തു. കുഞ്ഞൂട്ടനെ കൊണ്ട് തന്നെ ഞാൻ ആ ഫോൺ ആ ആളുടെ കയ്യിൽ നിന്ന് മേടിപ്പിച്ചാണ് ബാക്കി വീഡിയോ എടുത്തത്. കല്യാണ സമയത്താണ് എനിക്ക് ആ വീഡിയോ ഫോൺ തിരിച്ചു കിട്ടുന്നത്. രേവതി കല്യാണം കഴിച്ചതിൻ്റെ സന്തോഷമാണ് നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൊച്ചൊന്ന് കരഞ്ഞു. എന്നോട് വന്ന് കുഞ്ഞൂട്ടൻ പറഞ്ഞു, അമ്മായി ബേബി കരയുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല, ബേബിയെ നോക്കാൻ ആൾക്കാരുണ്ടായിരുന്നു. അവർ നോക്കി കാരണം ഞാൻ രക്ഷപ്പെട്ടു. നന്നായിട്ട് ആസ്വദിച്ചു. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് കല്യാണം അല്ലേ. എൻ്റെ വീട് ഹരിപ്പാടാണ്. ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ അല്ല കല്യാണം കേട്ടോ. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ വേറെ രീതി, എല്ലാത്തിനും വ്യത്യാസങ്ങളുണ്ട്. നമുക്ക് ഇപ്പോൾ സദ്യ അതിലൊക്കെ എനിക്ക് ഡിഫറൻസ് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അങ്ങനെ ടേസ്റ്റ് വ്യത്യാസമായിട്ടൊന്നും അങ്ങനെ തോന്നാറില്ല ഞങ്ങളുടെ അവിടെ വെച്ച്. എന്നാലും ചില കറികൾ വ്യത്യാസമുണ്ട്. കല്യാണത്തിന് എനിക്ക് ഒരുപാട് വ്യത്യാസം തോന്നി കേട്ടോ. മീൻസ് ആദ്യം പെൺകുട്ടി ലെഫ്റ്റിലാണോ റൈറ്റിലാണോ ഇരിക്കുന്നത്? ആദ്യം പെൺകുട്ടി ഇങ്ങനെയാണ് ഇരിക്കുന്നത്, റൈറ്റിൽ അല്ലേ. റൈറ്റാണോ ലെഫ്റ്റാണോ ഇത്? ഓക്കെ. അത് കഴിഞ്ഞ് മാറി അത് ലെഫ്റ്റിലാകും. ഈ പുടവ മേടിച്ച് കഴിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലിരിക്കും. പക്ഷെ നമുക്ക് അങ്ങോട്ട് അങ്ങനെയല്ല. വരുമ്പോൾ തൊട്ടേ റൈറ്റിലാണ് ഇരിക്കാറ് അല്ലേ, റൈറ്റിലാണ് ഇരിക്കുന്നത്. ഇത് പക്ഷെ ആദ്യം ലെഫ്റ്റിലിരിക്കും. അത് കഴിഞ്ഞ് പുടവ കൊടുത്തതിന് ശേഷമാണ് റൈറ്റിലിരിക്കുന്നത്. എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞതാണ്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണല്ലോ കല്യാണത്തിൻ്റെ ചടങ്ങുകൾ. പിന്നെ ഞാൻ ഇരിക്കുന്ന അവിടെ അങ്ങ് മറയായിട്ട് ആ ചേട്ടൻ വന്ന് നിന്ന് ആ ചേട്ടൻ്റെ ബാക്ക് മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുപ്പങ്ങ് നിർത്തി. ഈ വീഡിയോ എനിക്ക് എടുത്ത് തന്നത് കുഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞ് കരയാൻ തുടങ്ങി. ഞാൻ അവളെ ഫീഡ് ചെയ്തിട്ട് വന്ന് അമ്മയുടെ കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ പോവാണേ. ഫുഡ് കഴിക്കാൻ പോയപ്പോഴോ അവിടെ എല്ലാം പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആമി പിണങ്ങിയിരിക്കുന്ന ആമിക്ക് ഫുഡ് കഴിക്കാൻ വയ്യ. അപ്പോൾ ഇങ്ങനെ പിണങ്ങിയിരിക്കും. പിന്നെ എങ്ങനെയോ വെറുതെ എൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. വേണ്ട പറയണേ. വേണ്ട പറ. അവിടെ വേണ്ട പറ. വേണം എല്ലാം വേണ്ട. അങ്ങനെ വീഴത്തില്ല, ചിലപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ആവും. അതെന്തിനാ അങ്ങനെ ആയെന്നറിയാം. ഡ്രസ്സൊക്കെ
ചീ കൈയിട്ട പല്ലി. പല്ലിയുടെ കാഷ്ടമുണ്ട്. ഇട്ടോ പല്ലി അപ്പി ഇട്ടിട്ടുണ്ട്, മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ കൈയിട്ട് കളിക്കുന്ന കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പല്ലിയുടെ കാഷ്ടമുണ്ട്, വെള്ളത്തിൽ കൈയിടല്ലേന്ന്. അപ്പോൾ ചിക്കനൊരു വെറുതെ പറയുന്ന ആമയെ ഉറക്കാൻ ശ്രമിക്കും. എൻ്റെ ഇടയ്ക്ക് പെൺകുട്ടി ഇറങ്ങി. അപ്പം അനിയത്തെയും അമ്മയും കൂടെ ഭയങ്കര കരച്ചിൽ. പക്ഷെ പെൺകുട്ടി കരഞ്ഞില്ല കേട്ടോ. അങ്ങനെ പെൺകുട്ടിയൊക്കെ പറഞ്ഞു വിട്ട്. നന്നായിട്ടുണ്ട്. എല്ലാവരും കരഞ്ഞ് കുളവാക്കുമ്പോൾ ആമിക്കും ചിക്കരിക്കും സിനിമ കാണാൻ പോകണം, കളിക്കാൻ പോകണം. പോകണ്ടേ? ചുറ്റുണ്ട് കരയും കേട്ടോ. കരയുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞ കരയുന്നില്ല. ഇവരൊക്കെ കരഞ്ഞെന്ന് പറയാം. അശ്വതി എന്തിനു പിന്നെ കരഞ്ഞ? മേക്കപ്പ് ചിറ്റപ്പനെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. ഇതാണ് ആമിയുടെ പ്ലാൻ. ചിറ്റപ്പൻ അങ്ങനെ കുറച്ചു പേരെ കണ്ട അപ്പോൾ അവളെ എടുപ്പിക്കും. പെൺകുട്ടി വെച്ച് ബാക്കി എല്ലാവരും നന്നായിട്ട് കരഞ്ഞു. ദൈവത്തിലൊക്കെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഊബർ വന്ന് ഞങ്ങളിങ്ങനെ പോകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.